ഇവിടെ ആരും ഇല്ലേ? കൊതുക്. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റിട്ട് കുറച്ചു നേരമായി. രാവിലെ അച്ഛൻ കടയിൽ പോയി. പിന്നെ ഇവിടെ ഹസ്ബൻഡും എൻ്റെ അനിയനും ആരും ഇവിടെ ഇല്ല. ഞാനും അമ്മയും നാത്തൂനും മാത്രം, ആദ്യകൂടനും മാത്രമേ ഉള്ളൂ. അപ്പൊ രാവിലെ ഞങ്ങളുടെ ഓരോ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിന് അന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ കാണാം. അപ്പം ആദ്യക്കൂട്ടൻ രാവിലെ ഇവിടെ ഇതെല്ലാം ക്ലീൻ ആക്കുവാണേ. അവൻ്റെ ട്രെയിൻ സെറ്റ് സാധനങ്ങളൊക്കെ അവനിവിടെ ഇട്ടേക്കുമായിരുന്നു. അപ്പം ഞാൻ പറയാം, ശില്പ പ്രഗ്നൻ്റ് ആണല്ലോ, ശില്പ ഇതിലേ നടക്കുന്നതാ, ഒന്ന് ക്ലീൻ ആക്കി ഇടണം എന്ന് പറഞ്ഞ് ആദ്യക്കൂട്ടനെ കൊണ്ട് അതെല്ലാം ക്ലീൻ ആക്കിക്കുകയാണ്. സ്പീഡില്ല. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ നമുക്ക് കറണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടേ വരുള്ളൂ. ആദ്യമാണെ ആവി എടുത്തിരിക്കും. അപ്പം ഫാൻ ഇടാൻ പറഞ്ഞപ്പോഴത്തേന് ഈ ഫാനിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. സ്പീഡൊക്കെ കുറച്ച് കറങ്ങും. അപ്പം അമ്മതേ അതൊക്കെ നോക്കുക. അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ. KCB ഇങ്ങനെ വരുമല്ലോ, കറണ്ട് പോവുമെങ്കിൽ നേരത്തെ തന്നെ അവർ നമുക്ക് മെസ്സേജ് ഇടുമല്ലോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കറണ്ട് പോകുമെന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ അവർ ഓഫ് ചെയ്തിട്ട് പിന്നെ എന്തായാലും ഭാഗ്യത്തിന് കറണ്ട് വന്നു കേട്ടോ. നമുക്കിവിടെ ഇൻവേർട്ടർ ഉണ്ട്. എന്നാലും ഇൻവേർട്ടറിൽ എല്ലാ സാധനവും ഒന്നും വർക്ക് ആവത്തില്ല. എനിക്കാണെങ്കിൽ കുറേ തുണി മെഷീനിൽ അലക്കാനും ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും ശില്പയ്ക്കും എല്ലാം ഉണ്ട്. കാരണം നമുക്ക് കല്യാണവും കാര്യമൊക്കെ ആയിരുന്നുകൊണ്ട് കുറേ തുണികളുണ്ട് അതിൻ്റെ ബാക്കി കഴുകാനെല്ലാം. അപ്പം അതേതായാലും ഭാഗ്യത്തിന് കറണ്ട് വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ ഞങ്ങൾക്ക് കുടിക്കാൻ ചായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ നേരെ പോയി ചായ കുടിക്കുക. അപ്പം എനിക്ക് നന്നായിട്ട് തണുപ്പിച്ച് കുടിക്കേണ്ട ഇഷ്ടം. അപ്പം എന്നെ പോലെ തന്നെ കേട്ടോ ആദ്യക്കുട്ടനും ആ കാര്യത്തിൽ. ഇനി അവൻ കുഞ്ഞായോണ്ടാണെന്ന് അറിയത്തില്ല. ബാക്കി ഇവിടെ ഇവർക്ക് എല്ലാം തന്നെ ഉണ്ടല്ലോ ചായ, മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ചൂട് ചായ ഊതി ഊതി കുടിക്കാനായിട്ട് ഇഷ്ടം. അപ്പം ഞാനും ആദ്യക്കൂട്ടിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ഓടുവണ്ണ കേട്ടോ. അപ്പം ചായ കുടിച്ചിട്ട് പിന്നെ അതേണ്ട അമ്മ കാപ്പി കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഉണക്കക്കപ്പയായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഉണക്കക്കപ്പയും മത്തിക്കറിയും. എനിക്ക് ഉണക്കക്കപ്പ ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാട്ടിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം നമ്മുടെ പച്ചക്കപ്പയും അതുപോലെ ചക്കപ്പുഴുക്കും. ഇതിൻ്റെയൊക്കെ പുഴുക്കാണ്. അപ്പം കഴിഞ്ഞ ദിവസം ചക്ക ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും കപ്പയില്ലാഞ്ഞുകൊണ്ട് അമ്മ ഉണക്കപ്പ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് പുഴുങ്ങി. അപ്പം അമ്മയെ കൊണ്ട് ഞങ്ങൾ കറിയൊക്കെ എടുപ്പിച്ച്. പിന്നെ ശില്പ അതേണ്ടേ അപ്പോഴത്തേനും റൂമിൽ നിന്ന് ഇറങ്ങി. ശില്പയെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുവായിരുന്നു. അപ്പോൾ അവൾ ട്രൈപ്പോഡും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുക. അവൾക്കും ഉണ്ടല്ലോ ചാനൽ. അപ്പോൾ അതേണ്ട ശില്പ ചോദിക്കുമായിരുന്നു കുഴപ്പമുണ്ടോ എന്ന്, ട്രൈപ്പോഡും കൊണ്ട് ഇറങ്ങി വരുന്ന കണ്ട. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ചാനലിൻ്റെ പേരോട് നിൻ്റെ ചാനലിനകത്തൊന്ന് പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കപ്പയൊക്കെ കഴിച്ചു. പിന്നെ അതേ ഞാൻ നേരെ പോയി പാത്രം കഴുകാനായിട്ട് പോയി. ഞങ്ങളുടെ പുറത്തെ ചെറിയൊരു പാത്രം കഴുകാനുള്ള ഒരു വർക്ക് ഏരിയ പോലെ ഒരു സ്പേസാണ്. അപ്പോൾ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേനും എൻ്റെ കുട്ടി വീണ്ടും അവിടെ എല്ലാം നിരത്തിയിട്ടുണ്ട്. രാവിലെ മൊത്തം വൃത്തിയാക്കി വെച്ച കൊച്ച് അതിനേക്കാട്ടിലും വേണ്ട പിന്നെ നിരത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സ്ഥിരം പരിപാടിയാണല്ലോ. ആദ്യക്കുട്ടനെ ഒരു ബിൽഡിംഗ് സെറ്റും അതെപ്പോഴും ഇങ്ങനെ നിരത്തും എടുക്കും. അപ്പോൾ പിള്ളേരുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശില്പയും ഞാനിവിടെ ഞങ്ങളുടെ ചാനലിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന കാര്യവും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ കാര്യം നമ്മുടെ ഫാമിലിയെല്ലാം ഞങ്ങൾ നല്ല സപ്പോർട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിൽ. എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇവരെല്ലാം ഞങ്ങളെ കളിയാക്കുവേ. അങ്ങനെ തക്കം കിട്ടുമ്പോൾ കളിയാക്കും. 2 യൂട്യൂബേഴ്സ് ഉള്ള വീടാണെന്ന് പറഞ്ഞോട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവർ പറയും, നമ്മൾ നമ്മുടെ കാര്യം നോക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേൻ്റെ അമ്മമ്മയും കൊച്ചുമോനൂടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യക്കുട്ടൻ്റെ കൂട്ട് കുറച്ച് കുടിച്ച് നോക്കിയാണ്. അവന് തണുപ്പില്ലാതെ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു തിളച്ച വെള്ളം തണുത്തിട്ട് അതിനകത്ത് കൊടുത്താൽ. അപ്പോൾ ഞാൻ ആദ്യക്കുട്ടനെ നാരങ്ങ വെള്ളം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു. അവരപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ചത്. ഞാനല്ലേ ആൾ കുടിച്ച് തീർത്താലോ എന്നോർത്ത്. പിന്നെ എൻ്റെ അമ്മ ചക്കക്കുരുവും കൂഞ്ഞു തോരനുമാണ് ഇന്ന് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കൂഞ്ഞെടുത്ത് വെച്ചിരുന്ന നല്ല രുചിയാട്ടോ ഈ കറി. പറഞ്ഞ പോലെ ചോറിനത് മാത്രം മതി, നല്ല രുചിയാണ്. പിന്നെ നേരെ തന്നെ ഞാൻ ആദ്യക്കുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുക. വെളിയിൽ അവന് നാട്ടിൽ വന്നു കഴിഞ്ഞാണല്ലോ വെളി മാത്രമേ കുളിക്കത്തുള്ളേ. അപ്പോൾ എപ്പോഴും പറയും, ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും പറയും, അമ്മ വെളിയിൽ കുളിക്കാൻ പറ്റുമോ ബാത്തപ്പ് മേടിച്ചു തരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്യും നാട്ടിൽ ചെല്ലുമ്പോൾ ആട്ടെ. അങ്ങനെ നാട്ടിൽ വരുമ്പോഴത്തേനും സാറ് പിന്നെ വെളിയിലാണ് കുളിക്കലൊക്കെ. അപ്പോൾ അമ്മ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചക്കക്കുരും കൂഞ്ഞും തോരനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ നേരെ ചോറുണ്ടു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ വന്നേ. അച്ഛന് ഉച്ച ആകുമ്പോഴത്തേനും ചോറിനാ നേരത്തെ കട അടച്ചിട്ട് വന്നിട്ട് പിന്നെ കഴിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് പോകും. അങ്ങനെ കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ അച്ഛൻ്റെ കട, നമ്മുടെ കുറച്ച് ദൂരമുള്ള അടുത്താണ്. അപ്പോൾ അതേണ്ട അച്ഛൻ വന്നു, അച്ഛനും കഴിക്കും. അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളെല്ലാം ഓരോന്നും പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്.
ഇപ്പോൾ ഉണ്ടല്ലോ ആദ്യക്കൂട്ടിനെ കസേരയിൽ നിന്ന് വീഴാൻ തുടങ്ങിയത് കേട്ടോ കണ്ടത്. ഭാഗ്യത്തിന് വീണില്ല ഏതായാലും. പിന്നെ ഇതേണ്ട സാറ് അയാളുടെ സ്ഥിരം പരിപാടി കേട്ടോ. അച്ഛൻ പോകാനിറങ്ങുമ്പോൾ അച്ഛൻ കണ്ടാലും ഇല്ലെങ്കിലും ആദ്യക്കൂട്ടം എങ്ങനെ കൈ വീശിക്കൊണ്ടിരിക്കുവേ. അത് നേരത്തെ കുഞ്ഞിലോട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞങ്ങൾ പോയി കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇതൊക്കെ ഓർത്ത് ഭയങ്കര വിഷമമാണ്. ഹായ്, ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടെ എൻ്റെ ചേച്ചിയുടെ വീട് ഇവിടെ തൊട്ടടുത്താണ്, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോള്. അപ്പം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ അവരുടെ വീട്. അപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടെ അങ്ങോട്ടൊന്ന് പോകാൻ ഓർത്ത്. അവിടെ ചേച്ചിയുടെ പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യക്കുട്ടനും കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ അങ്ങോട്ട് പോകാൻ ഇറങ്ങുവാണ്. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നോക്കാം ഇവിടെ ആരും ഉണ്ടോ എന്നേ. ഇവിടെ ആരും ഇല്ലേ? വെല്ലടിച്ച് ചോദിക്കായിക്കോട്ടെ. എന്നാ പറയാതെ വന്നതല്ലേ? നിങ്ങളോട്ടും പോകണോ? ഓക്കെ. എപ്പോഴാ സിനിമ? എപ്പോഴാ? ചേച്ചി എൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മോള് ഗായത്രി എന്നാ പേര്. ഞങ്ങൾ പറയാതെ വന്ന ഇവര് സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആണോ ചേച്ചിയുടെ മോള് നാണവാ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ആദ്യക്കുട്ടനാണെങ്കിൽ ഇത് ചേച്ചിയുടെ പിള്ളേരാണ്, കാർത്തിമോന്, പാറു. അപ്പം ഇവരുമായിട്ട് ഭയങ്കര കളിക്കാനുള്ള ഇതിൽ ആദ്യക്കൂട്ടം ചെന്നത്. കാരണം അവിടുന്ന് പിള്ളേരെ ഒന്നും കാണുന്നില്ലാത്തതുകൊണ്ട് ഇവന് വലിയ ഇഷ്ടം ഇങ്ങനെ കാണുമ്പം. അപ്പം ഇവർ രണ്ടും കൂടെ വീഡിയോ എടുക്കുകയെന്ന് കണ്ടുകൊണ്ട് ഒതുങ്ങി എത്തുക കേട്ടോ. അപ്പോൾ അവന് ചെറുക്കൻ കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ വരെ. എന്നെ കൂടെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവനിരിക്കുന്നത്. പിന്നെ ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്, ഉണ്ണികൃഷ്ണൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം ചേട്ടനും എന്നെ പോലെ തന്നെ ഒരു വീഡിയോ പ്രാന്തനാണ് കേട്ടോ. ചേട്ടനാണ് പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പം എന്നോട് ചോദിക്കും ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്, ഇതിൻ്റെ ഓരോ പരിപാടികളൊക്കെ ചോദിച്ച് ഞങ്ങൾ പറയുമായിരുന്നു. ഇവർ നേരത്തെ തന്നെ ഇതുപോലെ എപ്പോഴും ഓരോ ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ ചെയ്യുന്നവരാ. അപ്പം ചാനലായിട്ട് ഇവർക്കില്ല. അപ്പം ഇവരും ഉടനടി ചാനൽ തുടങ്ങും കേട്ടോ. എന്നാലും ഞാൻ അതിൻ്റെ പേര് പറയാവേ. അപ്പോഴേ ഞങ്ങൾ 3 പേരോട് ഇരുന്ന് ഇതൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറയുക. ഞങ്ങളെല്ലാം ഒരേ വൈബ് ആൾക്കാരെ പറഞ്ഞ പോലെ. അങ്ങനെ അവര് ഞങ്ങൾക്ക് കാപ്പി എടുക്കാൻ ചായ എടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയാൽ മാത്രമല്ല ഇവര് സിനിമയ്ക്ക് പോകാൻ റെഡിയായി നിൽക്കുമായിരുന്നു. ഞാൻ ഫോൺ വിളിക്കാതെയാണ് ചെന്നത്. പിന്നെ എന്തെങ്കിലും തരാൻ പറഞ്ഞാൽ അവിടെ ബ്രെഡും ഇവര് സ്ഥിരം കഴിക്കുന്ന ഐറ്റാന്ന് പറഞ്ഞാൽ ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇല്ലേ അതിന്റെ നടുക്ക് വെച്ചിട്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതാണ് വന്നിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യക്കൂട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കൊന്ന് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. കാരണം നമ്മുടെ മിൽക്ക് മെയ്ഡ് എല്ലാം കൂടെ നടുക്ക് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഈ ചെടി ഇതേ കാട്ടിലെങ്ങാണ്ടോ കിടന്ന ചെടി ഇവള് കൊണ്ടുവന്ന് ചട്ടിയിലാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആണോ? കൊള്ളാലോടെ നിന്റെ അമ്മ. ദേ ഇടി മുഴങ്ങുന്നു. അങ്ങനെ അവര് സിനിമ കാണാൻ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ആ കൂടെ ഞങ്ങളും കൂടെ ഇറങ്ങിയിട്ട് ഞങ്ങളെ അങ്ങോട്ട് കാറയിൽ താഴോട്ട് വിടാമെന്ന് പറഞ്ഞു. നമ്മൾ തൊട്ടടുത്ത് തന്നെ നടക്കാനുള്ളതേ ഉള്ളൂ. എന്നാലും ഒരു രസത്തിൽ ഞങ്ങളും കൂടെ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങുവാണേ. അച്ഛൻ്റെ ഇതായിരുന്നല്ലോ. അത് ശരിയാ. ഓക്കെ അതെ. അങ്ങനെ ഞാനും ആദ്യകൂട്ടിനും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അവര് സിനിമയ്ക്ക് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.